ഹായ് എവരി വൺ, എല്ലാവർക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഓണമൊക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു ക്ഷീണവും എൻ്റെ ഇടയിൽ ഈ ആഴ്ച കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. അപ്പോൾ 23 ഡേയ്സ് ചലഞ്ച് നമ്മൾ നടത്തി. അതിനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഏറ്റവും കൂടുതലായിട്ട് ഒരു 4 കിലോ വരെയാണ് അതിനകത്ത് പങ്കെടുത്ത 1-2 പേര് കുറച്ചത്. ബാക്കി എല്ലാവർക്കും തന്നെ അവരുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന റിസൾട്ടിനേലും നല്ലൊരു വേരിയേഷൻ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഹാപ്പിയായി. അതോടൊപ്പം ഞാനും ഹാപ്പിയായി. കാരണം അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് അവർ മുന്നിട്ടിറങ്ങിയതാണ്. അവർക്കൊക്കെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. ഞാനും ചലഞ്ച് ചെയ്തതാണ്. 65 എൻ്റെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള വെയിറ്റ്. ചലഞ്ച് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ 62.85 2,800 എൻ്റെ വെയിറ്റ് കുറഞ്ഞത്. നമ്മൾ വെയിറ്റ് ലോസ് ജേണിയിലേക്ക് കാലെടുത്ത് വെച്ച് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഏറ്റവും ഒരു 4.5 കിലോ വരെ എൻ്റെ ഫസ്റ്റ് ജേണിയിൽ ആദ്യത്തെ മാസം എൻ്റെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അറിയാലോ, നമ്മളുടെ സ്റ്റാർട്ടിങ്ങിലുള്ള വെയിറ്റ് കുറയുന്ന പോലെയല്ല. പിന്നീട് അങ്ങോട്ട് നല്ലോണം നമ്മൾ പരിശ്രമിക്കണം. നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ലോസും ഡയറ്റൊക്കെ ചെയ്താലാണ് പിന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. തുടക്കത്തിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ അതിന് ശേഷം ഒന്നും വെയിറ്റ് കുറയുന്നത് സ്ലോ ആവും, വെയിറ്റ് സ്റ്റെക്കാവും. ഇതൊക്കെ വെയിറ്റ് ലോസ് ജേണിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം നമ്മളൊരു ക്ഷമയോട് കൂടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാലാണ് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അവർ വീണ്ടും വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തു. ഡയറ്റും വർക്കൗട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച മുതലാണ് വീണ്ടും ഡയറ്റും വർക്കൗട്ടൊക്കെ ചെയ്ത് തുടങ്ങുന്നത്. കാരണം ഞാൻ ഈ കുറേ നാളെത്തിയാണ് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ഈ വരുന്ന ഡിസംബർ 1 ആകുമ്പോഴത്തേനും എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിലേക്ക് ഞാൻ വന്നിട്ട് 1 വർഷം തികയും. ഇതിപ്പോൾ സെപ്റ്റംബർ പകുതിയായി. ഇനിയിപ്പോൾ കുറച്ച് മാസം ഓടിയാണ് ദിവസവും മാസമൊക്കെ പോണത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എൻ്റെ ജേണിയിൽ ഞാൻ ഇങ്ങനൊരു ബ്രേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസം ഞാനൊരു ബ്രേക്ക് എടുത്തതാണ് മനഃപൂർവ്വം. വേറെ ഒന്നുമല്ല, എന്തായാലും ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു മടുപ്പ് തോന്നരുതല്ലോ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ ഒന്ന് കഴിക്കാനും ഒന്ന് ഫ്രീ ആവാനും വേണ്ടി ഒരു ബ്രേക്ക് എടുത്തു. ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ഞാൻ കഴിച്ചിരുന്ന ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മേടിക്കുന്ന സാധനങ്ങളെല്ലാവരും അത്യാവശ്യമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാവരും നാളെ മറ്റന്നാളൊക്കെ ഇട്ട് മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് വേണം തിങ്കളാഴ്ച മുതൽ നമ്മുടെ ജേണി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, വെയിറ്റ് ലോസ് ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസാനമില്ലാത്തൊരു ജേണിയാണ്. നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലാണ് നമ്മളുടെ റിസൾട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയേക്കണേ. കാരണം ഞാൻ 21-21.5 കിലോ വരെ നിലവിൽ കുറച്ചു. ഇനിയും എനിക്ക് ഇത്തിരി കൂടി കുറയാനുണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 154 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഐഡിയൽ പറയുകയാണെങ്കിൽ 54 നമ്മളുടെ 54 കിലോയാണ് വെയിറ്റ് വേണ്ടത്. പക്ഷെ 54ലേക്കൊന്നും എനിക്ക് എത്തണ്ട. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ചെറുതായി പോവും. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും പറഞ്ഞു ഇനി വെയിറ്റ് കുറയ്ക്കണ്ടെന്ന്. പക്ഷേ എനിക്കൊരു ലക്ഷ്യമുണ്ട്, 58-60 റേഞ്ചിൽ നിന്നാൽ മതിയെന്ന്. അപ്പോൾ അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹമുള്ള എന്നെപ്പോലെ ആഗ്രഹമുള്ള നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും റിസൾട്ട് ഉറപ്പാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. ഒരുപാട് നമ്മൾ ഡയറ്റിലാണ് എന്നൊരു തോന്നലോട് കൂടി നിങ്ങൾ ഡയറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പട്ടിണി കിടക്കണ്ട, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കഴിക്കാം. കുറച്ച് എല്ലാ കാര്യത്തിനും ഒരു നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തി നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തിലൊക്കെ മാറ്റം വരുത്തിയാൽ തന്നെ നല്ലൊരു റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ഇരിക്കുമ്പോൾ പലതവണ വെയിറ്റ് ലോസ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ അന്നൊന്നും ഇതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഇത്തവണ ഞാൻ അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് പേരും എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ അവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഷുവറാണ്.
ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആഗ്രഹത്തോടൊപ്പം ഇതെല്ലാം ചെയ്യാനുള്ള ഒരു ഉറച്ച മനസ്സും വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള സമയവും നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റുവാണെങ്കിൽ എന്നെപ്പോലെ ഒരു മാറ്റം നിങ്ങൾക്കും ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ തിങ്കളാഴ്ച മുതൽ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. കൂടാൻ ആഗ്രഹമുള്ളവർ കൂടിക്കോളൂ. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.